മാസമായി ശമ്പളമില്ല എന്ന് ആരോഗ്യമന്ത്രിയോട് പരാതി പറയാനെത്തിയ താൽക്കാലിക ജീവനക്കാർക്കെതിരെ കേസ്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. We are living in a very cruel society. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ജീവനക്കാർക്കെതിരെയാണ് സംഘം ചേർന്ന് ബഹളം വെച്ചെന്നും സംഘർഷ സാധ്യതയുണ്ടാക്കിയെന്ന പേരിലും കേസെടുത്തത്. ഇതിനൊരു കപ്പിത്താനുണ്ട്. 2 മാസമായി ശമ്പളമില്ല. ആ വിഷമം ആരോഗ്യമന്ത്രിയോട് പറയാനെത്തിയപ്പോൾ പോലീസ് കേസും. തന്റെ കാര്യം നടക്കില്ല. അയ്യോ, വന്നു കയറിയോണ്ട് അങ്ങനെ പറയരുത് സാർ. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാരുടെ അവസ്ഥയാണിത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് മഞ്ചേരി മെഡിക്കൽ കോളേജിലെത്തിയത്. ശേഷം നിപ രോഗിയെ സന്ദർശിക്കാനായി എത്തിയപ്പോൾ വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ള താൽക്കാലിക ജീവനക്കാർ കൂട്ടം ചേർന്ന് ശമ്പളമില്ലാത്ത കാര്യം പറയാനും അനുഭവിക്കുന്ന വിഷമങ്ങൾ പറയാനും ശ്രമിച്ചു. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. മന്ത്രിക്കൊപ്പം CPIM പ്രവർത്തകരും ഉണ്ടായിരുന്നു. പരാതി പറയുന്നതിനിടയിൽ പ്രവർത്തകർ ജീവനക്കാരെ തടയാൻ ശ്രമിച്ചത് ബഹളത്തിന് കാരണമായി. സഖാവ് കൃഷ്ണപിള്ളയും അഴുക്കോടനും AKDയും EMS ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയേനെ. ഈ സംഭവത്തിലാണ് താൽക്കാലിക ജീവനക്കാർക്കെതിരെ മാത്രം പോലീസ് കേസെടുത്തിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ബക്കറ്റും രസീതും വാർഷിക പിരിവൊക്കെ ആയിട്ട് ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് കൈ നീട്ടി വാങ്ങുമ്പോൾ മിനിമം ഒരു കമ്മിറ്റ്മെന്റെങ്കിലും വേണം ജനങ്ങളോട് രാഷ്ട്രീയക്കാരന്. 24 മണിക്കൂറും രാഷ്ട്രീയക്കാരനായിട്ട് അഭിനയിക്കുമ്പോൾ 1 മിനിറ്റെങ്കിലും അന്തസ്സുള്ള രാഷ്ട്രീയക്കാരനായിട്ട് ജീവിക്കുക. സംഘം ചേർന്ന് ബഹളം വയ്ക്കുക സംഘർഷ സാധ്യതയുണ്ടാക്കി എന്നതിലാണ് കേസ്. സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തത് സംഘർഷ സാധ്യതയുണ്ടാക്കി എന്ന് FIR-ൽ പറയുന്നു. ഞങ്ങൾ അധ്വാനിക്കുന്ന ജനവിഭാഗമാണല്ലോ. ജനങ്ങളെ ഉപദ്രവിച്ചോ ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ജനങ്ങളാണ് നമ്മളെ തെരഞ്ഞെടുത്ത് ഈ ഭരണപക്ഷത്തിരിക്കുന്നത്. അപ്പൊ ആ ജനങ്ങളെ ഉപദ്രവിക്കാൻ 200ഓളം താൽക്കാലിക ജീവനക്കാർക്കാണ് 2 മാസമായി ശമ്പളമില്ലാത്തത്. ഇപ്പോഴിതാ പോലീസ് കേസും. കേരളത്തിലെ സഖാക്കളെ പറ്റിയൊക്കെ അറിയില്ലെന്ന് ചോദിക്കണോ? എടുത്തണ്ട, ആർക്കായാലും ഇച്ചിരി വെളിച്ചം തലേ കയറിക്കോട്ടെ. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.